കളുടെയും പബ്ബുകളുടെയും നഗരത്തിൽ നമ്മൾ ഒരു രാത്രി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. വലിയ ബിൽഡിങ്ങുകൾ, കളർഫുൾ ബിൽഡിങ്ങുകൾ, ഈ സ്ട്രീറ്റ് മുഴുവൻ നിറച്ചിങ്ങനെ ഫോറിനേഴ്സ് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച. മുഴുവൻ പാർട്ടി പബ്ബ് ഒരു വൈബാണ് കേട്ടോ. ഈ ഒരു സെന്റ് ജൂലിയൻസ്, മാൾട്ടയിലെ സെന്റ് ജൂലിയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. നിറച്ച് റെസ്റ്റോറൻറ്റുകൾ, നമ്മളിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകളാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. അപ്പം നമ്മളൊരു ബസ് പിടിച്ചിട്ട് നമ്മൾ മാൾട്ടയുടെ സെൻറ്റർ ആയിട്ടുള്ള വല്ലൈറ്റിൽ നിന്നും നമ്മൾ സെന്റ് ജൂലിയനിലേക്കുള്ള ബസ് പിടിച്ച് നമ്മളിങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വല്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒത്തിരി അങ്ങ് രാത്രിയായിട്ടില്ല, രാത്രി ഇങ്ങനെ സന്ധ്യയായിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ പോകും തോറും കണ്ടോ ഇരുട്ടായി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബസ്സിൽ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, ഞാൻ മാത്രമല്ല കുറേ അധികം ആളുകൾ, അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സെന്റ് ജൂലിയൻസ് ഏരിയയിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ബസ് നമ്മളെ വിട്ടിട്ട് ഇങ്ങനെ ടാറ്റ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സെന്റ് ജൂലിയൻസിൽ മെയിൻ ആയിട്ടുള്ള സെന്റ് ജൂലിയൻസിൽ മെർക്കുറി ടവർ എന്ന് പറയുന്ന മെർക്കുറി ടവറിന്റെ കീഴെയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. മെർക്കുറി ടവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലാണ് കേട്ടോ, മാൾട്ടയിലെ സെന്റ് ജൂലിയൻ എന്ന് പറയുന്ന ഏരിയയിലെ. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് വലിയ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇതുണ്ടോ, കളർഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ്സ്, ഓരോ സ്ട്രീറ്റിനും ഓരോ കളറാണ് കേട്ടോ. അതായത് ആ LED വോളിന്റെ കളർ ഇങ്ങനെ ആ ഒരു സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളിതാ മെർക്കുറി ടവറിന്റെ ഉള്ളിലേക്ക് നമ്മളിതാ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഈ വലിയ മെർക്കുറി ടവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നിലായിട്ടുള്ള ആ ഒരു സ്ക്വയറിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. എന്ത് കളർഫുൾ ആണെന്ന് നോക്കിയേ. രാത്രിയിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനുണ്ടല്ലോ, നമുക്ക് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊരു സമാധാനമുള്ള ഒരു ഏരിയ എന്നറിയോ. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാലും പബ്ബും പാർട്ടിയും ഒക്കെ ഏറ്റവും അധികം നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാലും സമാധാനമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ സെന്റ് ജൂലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ഏരിയയിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, താഴെ മാത്രമല്ല മുകളിലും റെസ്റ്റോറൻറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതേ ഒരു ആന പോലെ ഇങ്ങനെ മെർക്കുറി ടവർ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട്, അതായത് മെർക്കുറി ടവറിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറേ അധികം റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതുകൊണ്ടോ ആളുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് ആൾ കുറവാണ്. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും കണ്ടോണം ഇവിടുത്തെ ആളെ, ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോഴത്തേനും കണ്ടോണം ഇവിടുത്തെ ഒരാൾ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ചാടി ഇറങ്ങി നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ ആകുമ്പോൾ തന്നെ ഒരുപാട് ഫോറിനേഴ്സിനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഒറിജിനൽ മാൾട്ടീസ്, അതായത് മാൾട്ടയിലുള്ള ആളുകളെ മാൾട്ടീസ് എന്നാണ്. മാൾട്ടീസുകാർ ഒരുപാട് ഇവിടെ കാണാൻ വേണ്ടി പറ്റില്ല. ഇത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഹോട്ട് ഡോഗ്സ് ഒക്കെ വിൽക്കുന്ന ചെറിയൊരു കടകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പതിയെ ഈ സ്ട്രീറ്റിലൂടെ നമ്മൾ മുന്നിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഞാനിപ്പം 2-3 പ്രാവശ്യം ഈ വീഡിയോ പറഞ്ഞു പബ്ബ് പാർട്ടി എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു LED വാൾ കണ്ടോ, ഇതൊക്കെ അതിൻ്റെ പരസ്യമാണ്. അതായത് ഓരോരോ പബ്ബുകളുടെയും ഓരോരോ പാർട്ടികളുടെയൊക്കെ പരസ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സുവനീർ ഷോപ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മളൊരു സ്ക്വയറിലേക്ക് എത്തണം. ആ ഒരു സ്ക്വയറിൽ നിന്നുള്ള കുറച്ച് വഴികളുണ്ട്. ഒരു 4 കവല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ലേ, അങ്ങനത്തെ ഒരു 4 കവലയിലേക്കാണ് ഇവിടെ നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ ഇതാ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 4 കവല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കൊരു ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഏത് വഴി കൂടെ പോയാലും നമ്മളൊരു പബ്ബോ പാർട്ടിയിലോ എത്തിച്ചേരും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിതാ ഈ ഒരു വഴി, അതായത് ഞാൻ ആ നിന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഉള്ള ഒരു വഴി കൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, കാര്യങ്ങൾ, അവിടേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നവർ, ഫാമിലി ആയിട്ടൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അടുത്തുണ്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കപ്പിളായിട്ട് വരുന്നവരുണ്ട്, സിംഗിളായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പാർട്ടി വൈബ് നമുക്കും കൂടെ അടിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറേ ആളുകൾ ഇങ്ങനെ വഴി നിന്നിട്ട് ആ പബ്ബ് പാർട്ടിയിലേക്കൊക്കെ വരുന്നു ചോദിച്ചിട്ട് നമുക്ക് കാർഡൊക്കെ കൊണ്ടുതരും കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ എത്തിയാലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ മുകളിലായിട്ട് കാണുന്നതൊക്കെ ഇവിടുത്തെ ഹോട്ടൽസ് ആണ്, താഴെയായിട്ട് റെസ്റ്റോറൻറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ നമ്മുടെ നാട്ടിലും റെസ്റ്റോറൻറ്റ്സ് താഴെ മുകളിൽ ഹോട്ടലും അല്ലേ. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ബാണ് കേട്ടോ. അതിന് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് മറ്റൊരു പബ്ബ് കേട്ടോ. ഇത് ഷാഡോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പബ്ബാണ് നമ്മൾ ആ കണ്ടത്. ഇത് എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ഇതുണ്ട്, അതിൻ്റെ ഇടയിൽ ക്ലബ്ബ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കളർഫുൾ മെത്തേഡ് നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു ക്ലബ്ബാണ്, പബ്ബാണ് എന്ന് ഓർമ്മിച്ചോണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മുഴുവൻ ഈ ഒരു കളർഫുൾ ഫീൽ നമുക്ക് കിട്ടുന്നത്. അപ്പോഴത്തേക്കും നമ്മളിതാ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ പതിയെ ഇറങ്ങിയിട്ട് സോഷ്യൽ ഫണ്ട് ബാർ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സോഷ്യൽ ഫണ്ട് ബാറിനകത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ മറ്റൊരു പബ്ബിലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഉറപ്പായിട്ട് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നമ്മളൊരു പബ്ബ് വൈബ് എങ്ങനെയാണെന്ന് ഉറപ്പായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമേ. അപ്പോഴത്തേക്ക് ഇത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് മാത്രമല്ല, അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ടേക്ക് അവേ
ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് അവിടെ നിന്ന് പോകുമ്പോൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിതാ ആ ഒരു സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പതിയെ 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 അങ്ങനെ നീങ്ങുകയാണ് കേട്ടോ. ആ സ്ട്രീറ്റിന്റെ കളർ നോക്കി നിങ്ങൾ, എന്തൊരു കളറാന്ന് നോക്കി, ചിലയിടത്ത് പച്ച, ചിലയിടത്ത് മഞ്ഞ്, ചിലയിടത്ത് ചുവപ്പ്. ഏറ്റവും കൂടുതൽ ചുവപ്പ് വൈബാണ് കേട്ടോ ഇതുവഴിക്ക് പോകുമ്പോഴത്തേനും നമുക്ക് അടിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു ഒരു കളർഫുൾനെസ് നമുക്ക് ഇവിടെ പോകുമ്പോഴത്തേനൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആ മുന്നിൽ പോകുന്ന ആളുകളുടെ പുറകെ, കാര്യം നമുക്ക് ഇടയ്ക്ക് കയറി പോകാൻ വേണ്ടി പറ്റില്ല, നല്ല തിരക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പുറകിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മളിത് ഓപ്പോസിറ്റ്, നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിയാണ് കേട്ടോ വന്നത്. നമ്മളിത് ഓപ്പോസിറ്റ് എന്നാണ് ഇപ്പം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ, എത്ര തിരക്കാന്ന് നോക്കി. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. നമ്മുടെ നാട്ടിലേക്ക് ലുലു മാൾ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഫോറം മാൾ എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഒരു മാളാണ് കേട്ടോ, വലിയൊരു മാളാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനുള്ളിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ക്ലോത്തിങ് ഷോപ്പുകളുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതൊരു ഷൂ ഷോപ്പാണ്. ആ ഒരു ഷൂ ഒക്കെ വെച്ചിരിക്കുന്ന അറേഞ്ച്മെന്റ് നോക്കിയാൽ, ഒരു സർക്കിളിനകത്ത് നല്ല കളർഫുൾ ആയിട്ട് നല്ല LED ലൈറ്റൊക്കെ കൊടുത്തിട്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്കത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സെറ്റിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത ചില ബ്രാൻഡുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇറ്റാലിയൻ ബ്രാൻഡ്സ് ആണ്, ജർമ്മൻ ബ്രാൻഡ്സ് ഉണ്ട്. അങ്ങനെ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും വന്നിട്ട് ഇവിടെ വിൽക്കുന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം എന്തൊക്കെ നമ്മൾ ഈ എലവേറ്റർ കീഴിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പം മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ. വന്നിറങ്ങുമ്പോഴേ നമുക്ക് ടെറാനോവയുടെ ഒരു വലിയൊരു ക്ലോത്തിങ് സ്റ്റോറാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് വുമൺ ക്ലോത്തിങ്ങും റൈറ്റ് സൈഡിലായിട്ട് മെൻ ക്ലോത്തിങ്ങും ആണ് കേട്ടോ ഈ ഒരു ടെറാനോവയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അത് പിന്നിട്ടുകൊണ്ട് നമ്മൾ ഇതാ മുന്നിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ സെൻറ്ററിൽ നമ്മൾ ആ ഒരു റൗണ്ടിലേക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ചെറുതായി വരുന്ന കാണാൻ, നമ്മൾ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ. ഇതുണ്ടോ, ഇതൊരു കണ്ണാടിയാണേ. അതായത് നമ്മളിപ്പോൾ ആഞ്ഞൊന്ന് ചവിട്ടി ചെയ്യാൻ താഴെ കിടക്കുമെന്ന് തോന്നുന്ന രീതി ഇതൊരു കണ്ണാടിയാണ്. നമ്മൾ ഈ കണ്ണാടി പാലം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഈ മുഴുവൻ നടക്കുന്ന ഇങ്ങനത്തെ കണ്ണാടിയിൽ ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് കേട്ടോ. എത്ര ആൾക്കാരാണ് ഡെയിലി ചവിട്ടുന്നതെന്ന് ഓർക്കണേ. അപ്പോൾ ഇത് കണ്ടോ, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ എന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും കാണുന്ന ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ, അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി. താഴെ ഒരുപാട് വണ്ടികളൊക്കെ നമുക്ക് പോകുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. താഴെ മെയിൻ വഴിയാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. മൊത്തം ഒരു കളർ, എന്താ നോക്കി, എത്ര പറഞ്ഞാലും എനിക്കിത് മതിയാവുന്നില്ല. മുഴുവൻ ഒരു കളർഫുൾനെസ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നമ്മൾ അത് പിന്നിട്ടുകൊണ്ട് നമ്മളിത് മുന്നിലേക്ക് പോവുകയാണ്. നമുക്കിനി അടുത്ത ഫ്ലോറിലേക്ക് പോവാം. നമ്മളിപ്പം ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളിനി സെക്കൻഡ് ഫ്ലോറിലേക്ക് നമുക്ക് പതിയെ പതിയെ നീങ്ങാം കേട്ടോ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോകുമ്പോഴത്തേനും ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് ചെറിയ ബാഗുകൾ, സ്ത്രീകൾക്കായിട്ടുള്ള ചെറിയ ചെരുപ്പുകൾ, പെൺകുട്ടികൾക്കായിട്ടുള്ള ബാഗ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് എലവേറ്റർ കേട്ട് വീണ്ടും മുകളിലേക്ക് പോവാം. അപ്പം നമുക്ക് ഇനി നമ്മൾ പോകേണ്ടത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കണ്ടു. നമ്മൾ വന്നിറങ്ങുമ്പോഴേ ഇവിടെ ഒരു മേക്കപ്പ് സ്റ്റോർ, ലൂസി മേക്കപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞ മേക്കപ്പ് സ്റ്റോർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, മേക്കപ്പ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക, മേക്കപ്പ് ചെയ്യുക. അടിപൊളിയായിട്ടൊരു മേക്കപ്പ് ചെയ്ത് തരും കേട്ടോ. അത് മാത്രമല്ല ലിപ്സ്റ്റിക്കുകൾ, പലതരത്തിലുള്ള ഫേസ് ഷെയ്ഡ്സ്, ഫൗണ്ടേഷൻസ് ഒക്കെ നമുക്ക് അവിടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതൊരു അടിപൊളി ഒരു മേക്കപ്പ് ഷോപ്പാണ്. അപ്പം നമ്മൾ അവിടുന്ന് പിന്നിട്ടുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോൾ തരുന്നുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് തന്നെ ഇവിടെ ഒരുപാട് ചെയർസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു നടുക്കൊരു ബോൺസായി പ്ലാന്റ് ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ, പക്ഷേ ആ ബോൺസായി പ്ലാന്റ് ഒറിജിനലാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് അകത്ത് ഇവർ വളർത്തുന്നത് എനിക്ക് ഇന്നും പിടികിട്ടിട്ടില്ല, വെയിൽ വരാത്ത ഏരിയയിൽ. അപ്പോൾ അത് നമ്മൾ പിന്നിട്ടുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് നമുക്കിനി അടുത്ത ഫ്ലോറിലേക്ക് പോകണം കേട്ടോ. നമ്മളിനി തേർഡ് ഫ്ലോറിലേക്ക് പോകണം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് നമുക്ക് താഴേക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നോക്കുമ്പോഴത്തേനും ആളുകൾ കുറച്ച് കുഞ്ഞിതായിരുന്നെങ്കിൽ ഇപ്പം നോക്കുമ്പോഴത്തേനും തീരെ കുഞ്ഞായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിൽ പോയിട്ട് നോക്കുമ്പോഴത്തേനും തീരെ പൊടിയായിട്ട് ആളുകൾ മാറി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോണേ, ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേനും കണ്ടോണേ. അപ്പോഴത്തേക്ക് നമുക്കിതാ ഈ ഒരു ഏരിയയിൽ നോക്കുമ്പോഴത്തേനും ഈ ബിൽഡിങ്സിൻ്റെ ആ ഒരു ഭംഗിയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എത്ര വലുപ്പമാണെന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റും നമ്മളൊരു സ്വപ്ന ലോകത്ത് ചെന്ന പോലെയാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നതിന് നമുക്ക് തോന്നുന്നു. മുഴുവൻ കളർഫുൾനെസ്, അതുപോലുള്ള ആളുകൾ, ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇവിടെ എത്തുന്ന, എൻജോയ് ചെയ്യാൻ വേണ്ടി എത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റെസ്റ്റോറൻറ്റ് ഫുള്ള് ടൂറിസ്റ്റുകളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നേറ്റീവായിട്ടുള്ള പീപ്പിൾ മാത്രമല്ല, ഫുള്ള് ഫോറിനേഴ്സ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നതിനൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ടോപ്പ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അതായത് ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ അതിപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ. പക്ഷേ ഇതൊരു മൾട്ടിമാക്സ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം സോൺ. അവിടെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഗെയിമിംഗ് ഒക്കെ പറ്റും. ക്യാരം ബോർഡ് ഗെയിമിംഗ്, അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ ഗെയിമിംഗ് ഇല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഫോംസ് നമുക്ക് ഇവിടെ കളിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കയറി അങ്ങനെയുള്ള ഗെയിംസിലൊക്കെ പങ്കെടുക്കാം. അപ്പോൾ നമ്മളിത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കുമ്പോഴത്തേനും കണ്ടോ, മനുഷ്യരൊക്കെ തീരെ ചെറുതായിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും താഴേക്ക്
പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറിയാണ് പോകുന്നത്. നമ്മൾ ഇനി എലിവേറ്റർ പിടിക്കുന്നില്ല, നമ്മൾ നേരെ ലിഫ്റ്റ് കയറി നമുക്ക് താഴേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ലിഫ്റ്റിൽ കൂടെ കയറി ഇങ്ങനെ താഴേക്ക് പോവുകയാണ് കേട്ടോ. ഓരോ ഫ്ലോർ എന്നെ പിന്നിട്ടുകൊണ്ട് ഇതാ നമ്മൾ സീറോയിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേസ് 0 ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പതിയെ മുന്നിലേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ട്രാവലർ ബാഗ്, അതായത് നിങ്ങൾക്ക് ദൂരെ യാത്രകളൊക്കെ പോകുമ്പോൾ ഇതുണ്ട് ഡക്കിൻ്റെ ഒക്കെ ഷേപ്പ് ഉള്ളതുണ്ടല്ലോ. അപ്പം ദൂരെ യാത്രകളൊക്കെ പോകുമ്പോഴാണ് ഒരു ഡക്കിൻ്റെ ഒക്കെ എടുക്കട്ടെ, ഒരുപാട് സാധനങ്ങൾ കൊള്ളും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ടുണ്ട് ഈ മേളിലേക്ക് നോക്കുന്ന സമയത്ത് കൊണ്ട് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി, ഇതൊരു വെറൈറ്റി കാഴ്ചയായിരുന്നു കേട്ടോ. അതായത് ആ 2 ബിൽഡിങ്ങുടെ ഒരു പ്രത്യേക ആംഗിൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച അടിപൊളിയായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിതാ ബീച്ച് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ബീച്ച് സൈഡ് പകൽ മാത്രമല്ല രാത്രിയിൽ എന്തൊരാളാണെന്നറിയോ ഈ ബീച്ചിൽ, അതുപോലെ തിരക്കുള്ളൊരു ബീച്ചാണ് കേട്ടോ സെഞ്ചുലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും പബ്ബിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ് കേട്ടോ സെഞ്ചുലിയൻസ് എന്ന് പറഞ്ഞാൽ. ഏതൊരാൾ വന്നാലും ഇവിടുത്തെ നമ്മളെപ്പോലെ വന്ന് താമസിക്കുന്ന ആളുകളാണെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഞ്ചുലിയൻ ഏരിയ ആണ് കേട്ടോ. ആ ഒരു കടലിൻ്റെ ഭംഗിയൊക്കെ നോക്കിയപ്പോൾ പതിയെ തിരമാലകളൊക്കെ വന്നിങ്ങനെ അടിക്കുകയാണ്. അത് മാത്രമല്ല വലിയ ഉയർന്ന തിരമാലകളൊന്നും ഇവിടെ വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര കാമായിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ അത്. അപ്പം നമ്മൾ ആ ഒരു ബീച്ചും പിന്നിട്ടൂടെ നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുണ്ടോ ചില ബിൽഡിങ്സ് ഒക്കെ ലൈറ്റ് വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതുണ്ടാവും മൊത്തം ഇങ്ങനെ തിരക്ക് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇത്രയും തിരക്കില്ലായിരുന്നു, പക്ഷേ സമയം പോകുന്തോറും ഇപ്പോൾ ഒരു 9:30-10 മണിയോടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേനും എന്നാ തിരക്കാന്നറിയോ, ഒരു 2 മണി രാത്രി 2:30-ക്കൊക്കെ ഇവിടെ വരണം. നമ്മളവർക്ക് എല്ലാവരും കിടന്ന് ഉറങ്ങുമായിരിക്കും, എന്നാ തിരക്കാന്നറിയോ, ആർക്കും ഉറക്കമൊന്നുമില്ല. നല്ല സ്ട്രീറ്റൊക്കെ നല്ല നിറഞ്ഞ പബ്ബും പാർട്ടിയൊക്കെ ഫുള്ള് ഫില്ലായിട്ടൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അതിനെപ്പറ്റിയൊക്കെ ഇൻക്ലൂഡ് ആയിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളിതാ ആ ഒരു സ്ക്വയറിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും തിരക്കൊന്നുമില്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെയൊക്കെ പിന്നിട്ടുകൊണ്ട് ആ ഒരു മെർക്കുറി ടവറിനെയൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മളിതാ മുന്നിലേക്ക് ഇങ്ങനെ പതിയെ നടക്കുകയാണ് കേട്ടോ. ആ സ്ട്രീറ്റിനൊക്കെ ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. കാര്യം ആ LED വോളിൽ നിന്ന് വരുന്ന അത് കണ്ട ആ പപ്പിക്കുട്ടി ആ പപ്പിക്കുട്ടിയാണ് ഇവൻ. ഈ എല്ലാത്തിനും കാരണം ആ പപ്പിക്കുട്ടിയാണ് കേട്ടോ. ഇത് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ക്യാമറ കാണുമ്പോൾ എന്ത് ഫ്രണ്ട്ലി ആയിട്ടാണെന്ന് നോക്കിയ ആളുകളൊക്കെ. അപ്പോഴത്തേക്കും നമ്മളിതാ അവരെയൊക്കെ പിന്നിട്ടുകൊണ്ട് ആ പപ്പിക്കുട്ടിയെ പിന്നിട്ടുകൊണ്ട് അവനെ നമ്മൾ പിന്നിലാക്കി കേട്ടോ. അവൻ ചുമല വാരി വിതറിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മൾ അവനെ പിന്നിട്ടുകൊണ്ട് നമ്മളിതാ മുന്നിലേക്ക് നടക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചില്ല, എന്തുകൊണ്ട് ആ സ്ക്വയറിലെ തിരക്കുണ്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനും ഇവിടെ എന്നാ തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേനും കണ്ടോ മുഴുവൻ തിരക്ക് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഇതിൻ്റെ തൊട്ട് താഴത്തെ ഒരു ഏരിയയിലേക്കാണ്. അതായത് നമ്മൾ ഇനി ബസ് പിടിച്ച് നേരെ തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. കാര്യം ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഞാൻ കണ്ടു തീർന്നു. ഞാൻ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, പക്ഷേ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഒന്നും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ മിസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ബസ് ഇങ്ങനെ പതിയെ 13 എന്ന് പറഞ്ഞൊരു ബസ് അങ്ങ് അകലേന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് പതിയെ പമ്മി നമ്മുടെ ബസ് ആശാൻ വരുന്നുണ്ട്. പച്ചവെള്ളയൊക്കെ അടിച്ച് നമ്മുടെ ബസ് ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കയറിയിട്ട് പതിയെ നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫോണൊക്കെ ഇടയ്ക്കൊന്ന് കുത്തിയിട്ട് അങ്ങ് ബസ്സിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും കാണാം കേട്ടോ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാവൽ പരിപാടികൾക്കൊക്കെ ആയിട്ട് ഞാൻ ഇനിയും ഇതുപോലുള്ള മിന്നൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.